ആഭാരവൃദ്ധം ജനങ്ങൾക്കും എൻ്റെ ഗുരുക്കന്മാർക്കും എൻ്റെ എളിയ നമസ്കാരം. കൃഷ്ണാവതാരത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണാവതാരം ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്താണ്, അതിനെപ്പറ്റി നമുക്ക് അന്വേഷിക്കാം. അതായത് ഒരു അവതാരം ഉണ്ടാവണമെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവണമല്ലോ. അതാണ് ഇപ്പോൾ നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. അതായത് ത്രേതായുഗത്തിൻ്റെ അവസാനകാല സമയത്തും ദ്വാപരയുഗത്തിൻ്റെ ആദ്യ സമയത്തും ഭൂമിദേവിയുടെ സ്ഥിതി എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, പൃഥ്വിരാജാവ് ഭരിക്കുന്നതിന് മുമ്പ് എന്തെല്ലാം അക്രമങ്ങൾ ഇവിടെ നടന്നിരുന്നു അതെല്ലാം നടന്നിരുന്നു. അതിനെന്താ കാരണം? ദേവാസുര യുദ്ധത്തിൽ മരിച്ചുപോയ അസുരന്മാരെല്ലാം വീണ്ടും ജനിച്ചു. പരശുരാമനാൽ കൊല്ലപ്പെട്ട ക്ഷത്രിയന്മാരെല്ലാം, ക്ഷത്രിയ വിധവകൾ എല്ലാം ബ്രാഹ്മണ പുരുഷന്മാരെ ഭർത്താക്കന്മാരായി സ്വീകരിച്ച് ക്ഷത്രിയ വംശത്തിനെ വർദ്ധിപ്പിച്ചു. എന്തുകൊണ്ടെന്ന് പരശുരാമൻ തൻ്റെ കർമ്മം കഴിഞ്ഞ ശേഷം അദ്ദേഹം തപസ്സിന് പോയി. ഇനി ചെയ്യില്ല എന്നുള്ള സത്യം ചെയ്തുകൊണ്ടാണ് പോയത്. അപ്പോൾ ഇവിടെ ക്ഷത്രിയന്മാരും അസുരന്മാരും വർദ്ധിച്ചുകൊണ്ട് വന്നു. രണ്ടുപേരും ജന്മസ്വഭാവം കാട്ടാൻ തുടങ്ങി. അസുരന്മാർ അവരുടേതായ സ്വഭാവം, എല്ലാവരെയും ദ്രോഹിക്കുക, ഋഷീശ്വരന്മാരെ കൊല്ലുക, പൂജകളെ മുടക്കുക, ബ്രാഹ്മണരെ കൊല്ലുക എന്നിങ്ങനെ അവർ ചെയ്തു. ക്ഷത്രിയന്മാർ സ്ത്രീപീഡനം, രാജ്യദ്രോഹം, കൊള്ള, കൊല എന്നിങ്ങനെയുള്ള രാജാക്കന്മാർക്ക്, അവർ രാജാക്കന്മാരാണല്ലോ, അസുരന്മാരെ പോലെ അവർ പെരുമാറാൻ തുടങ്ങി. അപ്പോൾ ഭൂമിദേവിക്ക് ഭാരം കൂടി. ഭൂമിയിൽ എല്ലാവിധമായ അരാജകത്വവും നടന്നു. അപ്പോൾ ഭൂമിദേവി വളരെ സങ്കടപ്പെട്ടു. ഈ നിലയ്ക്ക് പോയാൽ ഭൂമി വീണ്ടും സമുദ്രത്തിൽ മുങ്ങേണ്ട ഒരു അവസ്ഥയായി കഴിഞ്ഞു എന്നുള്ളതുകൊണ്ട് അവർ നേരെ സത്യയുഗത്തിൽ പോയി. അവിടെ പോയി ബ്രഹ്മാവിനോട് സങ്കടം അരുളി ചെയ്തു. ബ്രഹ്മാവ് എന്ത് ചെയ്തു വെച്ചാൽ, ഇവരെയും കൂട്ടിക്കൊണ്ട് കൈലാസത്ത് പോയി പരമശിവനോട് അഭ്യർത്ഥിച്ചു, ഇതിനെന്തെങ്കിലും മാർഗം ഉണ്ടാക്കണം. പരമശിവൻ എന്ത് പറഞ്ഞു ചോദിച്ചാൽ, ഇതിന് മാർഗം കാണണമെങ്കിൽ, പരിഹാരം കാണണമെങ്കിൽ മഹാവിഷ്ണു തന്നെ വിചാരിക്കണം. അതുകൊണ്ട് നമ്മൾക്ക് എല്ലാവർക്കും കൂടി വൈകുണ്ഠത്തിൽ പോയി പോവാം എന്ന് പറഞ്ഞു. ഇവിടെ നോക്കൂ, പരമശിവന് സാധിക്കാത്ത കാര്യമാണത്. അദ്ദേഹം എന്തുകൊണ്ട് വൈകുണ്ഠത്തിൽ പോകണു? വൈകുണ്ഠനാഥനെ ആശ്രയിക്കാമെന്ന് പറഞ്ഞു. എന്താ കാരണം? അതായത് ഈ അസുരന്മാരും ക്ഷത്രിയന്മാരിലും അസുരന്മാരിലും വലിയൊരു ഭാഗം മഹാവിഷ്ണുവിൻ്റെ കയ്യാൽ മാത്രമേ മരണമടയുള്ളൂ എന്ന് വരങ്ങൾ പെറ്റ ആൾക്കാരാണ് അധികവും. ഒരു വിധത്തിൽ അല്ലെങ്കിൽ ഒരു വിധത്തിൽ മഹാവിഷ്ണുവോ വിഷ്ണുവിൻ്റെ അവതാരങ്ങളോ ഉള്ള മനുഷ്യരാൽ മാത്രമേ കൊല്ലപ്പെടൂ എന്ന് പലരും ഇങ്ങനെ തപസ് ചെയ്ത് അനുഗ്രഹങ്ങൾ, വരങ്ങൾ വാങ്ങിയവരാണ്. ഇതേ ശിവനും കൊടുത്തിട്ടുണ്ട്, ബ്രഹ്മാവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരെ കൊണ്ടാവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം. ഏതായാലും 3 പേരും കൂടി അവിടെ പോയി സങ്കടം ചെയ്തു. അവർ പറഞ്ഞു, ഈ സ്ഥിതിയിൽ പോയി കഴിഞ്ഞാൽ ഭൂമി വീണ്ടും സമുദ്രത്തിൽ മുങ്ങേണ്ട ഒരു അവസ്ഥയായി കഴിഞ്ഞു. ഇതിന് പരിഹാരം എന്തെങ്കിലും ഉണ്ടാക്കിയേ കഴിയുള്ളൂ എന്ന് അഭ്യർത്ഥിച്ചു. അപ്പോൾ എൻ്റെ ഹൃദയകമലവാസൻ ഗുരുവായൂരപ്പൻ, നിങ്ങളുടെ എല്ലാം ദൈവം മഹാവിഷ്ണു അതിന് മറുപടി പറഞ്ഞു, ശരി, എൻ്റെ അവതാരകാലം ആയിക്കഴിഞ്ഞു, ഞാൻ ഭൂമിയിൽ അവതരിക്കാം. മധുരയിൽ വസുദേവരുടെയും ദേവകിയുടെയും പുത്രനായി ഞാൻ അവതരിക്കാം. വിഷ്ണുമായ ഉമാദേവി അംബികയുടെ യശോദയുടെ പുത്രിയായും അവതരിക്കും. അനന്തൻ, അതായത് അനന്തശയനത്തിലാണോ അനന്തനാണല്ലോ അദ്ദേഹം കിടക്കുന്നത് പാലാഴിയിൽ. ഈ അനന്തൻ എൻ്റെ ജ്യേഷ്ഠനായി
ബലഭദ്രസ്വാമിയായി അവതരിക്കും, ജനിക്കും. ദേവന്മാർ യാദവരായും ഗോപന്മാരുമായും ജനിക്കും. ദേവസ്ത്രീകളെല്ലാം കൂടി ഗോപസ്ത്രീകളായി, എൻ്റെ ഭക്തന്മാരായ ദേവസ്ത്രീകൾ ഗോപസ്ത്രീകളായും ജനിക്കും. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട, വാം എന്ന് പറഞ്ഞു. ഇതാണ് അതിൻ്റെ പ്രധാന കാരണം. കൃഷ്ണാവതാരത്തിൻ്റെ പ്രധാന കാരണം ഇതാണ്. ഇനി അടുത്ത നമ്മൾ കംസനെ പറ്റിയൊക്കെ പറഞ്ഞു കഴിഞ്ഞു. കംസന് ദേവകിയോട് ഭയങ്കര സ്നേഹമായിരുന്നു. സഹോദരിയാണല്ലോ, 100 സഹോദരിയാണല്ലോ. മറ്റു സഹോദരിയേക്കാൾ ദേവകിയോട് വളരെയധികം ഇഷ്ടപ്പെട്ട ആളായിരുന്നു കംസൻ. കംസൻ ദുഷ്ടനാണ് എങ്കിൽ കൂടി ദേവകി ഏറ്റവും അവസാനത്തെ സഹോദരി ആയതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ എങ്ങനെയായാലും ദേവകിയോട് വളരെ സ്നേഹമുള്ളായിരുന്നു. അങ്ങനെ ദേവകി പ്രായപൂർത്തിയായ സമയത്ത് വിവാഹം പ്രായമായി കഴിഞ്ഞു. വിവാഹം കഴിക്കാനുള്ള സമയത്ത് വസുദേവൻ ബാക്കി 4 സഹോദരിമാരെ കൂടി കഴിച്ചിട്ടുണ്ട് ദേവകിയുടെ. അപ്പോൾ വസുദേവരെ കൊണ്ട് തന്നെ വിവാഹം കഴിപ്പിക്കാം എന്ന് തീരുമാനിച്ചു. അതിൽ മറ്റാർക്കും യാതൊരു എതിർപ്പും ഉണ്ടായിരുന്നില്ല. കാരണം അന്നത്തെ കാലത്ത് അങ്ങനെ സഹോദരിമാരെ എല്ലാവരെയും കൂടി ഒരാൾ വിവാഹം കഴിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അതനുസരിച്ച് ആരും എതിർത്തില്ല. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരാഗ്രഹം, എൻ്റെ കയ്യാൽ തന്നെ വിവാഹം കഴിക്കണം, വിവാഹ ചടങ്ങുകളെല്ലാം ചെയ്യണം, ഗംഭീരമായി കഴിക്കണം എന്നുള്ള ഉദ്ദേശത്തോട്ട് ഭയങ്കരമായ ആർഭാടങ്ങളൊക്കെ ചെയ്തു. 1000 ആനകളെ കൊടുത്തു എന്നാണ് പറയുന്നത്. 1000 ആനകളെ വസുദേവർക്ക് കൊടുത്തു കല്യാണത്തിന് വേണ്ടിയിട്ട്. ഒരുപാട് സ്വർണം, വെള്ളി, മറ്റ് ധാന്യങ്ങൾ, പലഹാരങ്ങൾ, സ്വത്ത്, ഇങ്ങനെ പലതും കൊടുത്തു വരദക്ഷിണയായിട്ട്. അതെല്ലാം കഴിഞ്ഞു, വിവാഹങ്ങളെല്ലാം കഴിഞ്ഞു. ഭർത്തഗൃഹത്തിലേക്ക് കൊണ്ടാക്കാനുള്ള രഥത്തിൽ അദ്ദേഹം എന്ത് വിചാരിച്ചു, എൻ്റെ പെങ്ങളെ കൂട്ടിക്കൊണ്ടുപോയല്ലേ. അപ്പോൾ ഈ സാധാരണ അവർക്കൊക്കെ തേരാളി ഉണ്ടാവും, ഡ്രൈവർ. ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ ഡ്രൈവർ, അന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ തേരാളി. തേരിലാണല്ലോ രാജാക്കന്മാർ പോവുക. കംസൻ രാജാവല്ലേ. അപ്പോൾ അയാളെ മാറ്റി സ്വന്തമായി തന്നെ കംസൻ തേര് ഓടിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ദേവകിക്കും വസുദേവർക്കും ഭയങ്കര സന്തോഷമായി. എല്ലാവർക്കും, ഗോപന്മാർക്ക് എല്ലാവർക്കും സന്തോഷമായി. അങ്ങനെ അവരെ കയറ്റി യാത്ര ചിരിച്ചും കളിച്ചും കൊണ്ട്, കുശല പ്രശ്നങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ യാത്ര തേര് ഓടിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. കുറേ ദൂരം എത്തിയ സമയത്ത് പെട്ടെന്ന് ആകാശത്തുനിന്നൊരു അശരീരി എന്ന് വെച്ചാൽ എന്താണ്, ആളെ ഒന്നും കാണില്ല, ശബ്ദം മാത്രം കേൾക്കും. അതാണ് അശരീരി എന്നുള്ളത്. ആളെ കാണില്ല, ശബ്ദം കേൾക്കും. അവരെന്താ വെച്ചാൽ പറയണത് അത് കേൾക്കും. അതെന്താ പറഞ്ഞ, ഹേ കംസ, നിന്റെ ഈ സഹോദരി ദേവകിക്ക് പിറക്കുന്ന 8ാമത്തെ പുത്രൻ നിന്നെ വധിക്കും. ദേവകിക്കും വസുദേവനും ഉണ്ടാകുന്ന 8ാമത്തെ പുത്രൻ നിന്നെ വധിക്കും എന്നൊരു അശരീരി ഉണ്ടായി. ഇത് കേട്ടതോടുകൂടി അദ്ദേഹം ഭ്രാന്തനെ പോലെയായി, പേടിച്ചിട്ടും ദേഷ്യവും. അപ്പോൾ അത്ര നേരം സന്തോഷമായിരുന്ന കംസൻ പെട്ടെന്ന് തൻ്റെ സ്വഭാവം മാറി ഗഡ്ഗം എന്ന് വെച്ചാൽ വാളെടുത്ത് സഹോദരിയെ കൊല്ലാൻ വേണ്ടി ഓങ്ങി. ആ സമയത്ത് വസുദേവ പറഞ്ഞു, അരുത്, കൊല്ലരുത്. ഒന്ന്, സ്ത്രീഹത്യ അരുത്, താങ്കളൊരു രാജാവ് കൂടിയാണ്. പിന്നെ 2ാമത് സഹോദരിയാണ്. 3ാമത് ഈ അശരീരിയെ വിശ്വസിച്ച് താങ്കൾ ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയോ രാജാക്കന്മാരെ എന്നൊന്നോ മരിച്ചിരിക്കണം. അപ്പോൾ നിങ്ങൾ അശരീരിയെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇത് ഒട്ടും ചെയ്യാൻ പാടില്ല. അതെന്താ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അശരീരിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, 8ാമത്തെ പുത്രൻ നിങ്ങളെ കൊല്ലുന്ന. അപ്പോൾ ദേവകിയെ നിങ്ങൾ കൊന്നു കഴിഞ്ഞാൽ 8ാമത്തെ പുത്രൻ എങ്ങനെയാണ് ജനിക്കുക? അപ്പോൾ വിധി അവിടെ ഉണ്ടെങ്കിൽ ഈ ദേവകിയെ നിങ്ങൾക്ക് കൊല്ലാൻ സാധിക്കില്ല. അങ്ങനെ പറഞ്ഞു. പക്ഷെ കംസൻ ഇതിലൊന്നും വീണില്ല. അദ്ദേഹത്തിൻ്റെ കോപം അടങ്ങിയില്ല. ഇവളെ കൊല്ലാൻ തീരുമാനിച്ചു. അപ്പോൾ അവസാനമായി അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇവളെ കൊല്ലണ്ട, ഞങ്ങൾക്ക് പിറക്കുന്ന ഓരോ കുട്ടിയെയും
താങ്കളെ പിറന്ന ഉടനെ ഞാൻ ഏൽപ്പിക്കാം. നിങ്ങൾ കൊല്ലുകയോ എന്ത് വേണമെങ്കിൽ ചെയ്തോ, പക്ഷേ ദയവ് ചെയ്ത് ഇതൊരു കർമ്മം ചെയ്യരുത് എന്ന് പറഞ്ഞ സമയത്ത് കംസന് ഏകദേശം ശരിയാണ് എന്ന് തോന്നി. എട്ടാമത്തവനല്ലേ ഉള്ളൂ, ഓരോന്നിനെ കൊന്നു കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞല്ലോ, ദേവകി എന്തിനാ കൊല്ലുന്ന എന്ന് വിചാരിച്ച്, സഹോദരി കൂടിയാണല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹം പോയി ഇവരെ രണ്ടുപേരും കാരാഗ്രഹത്തിൽ വിട്ടു. കയ്യിൽ വിലങ്ങുകളൊക്കെ വെച്ച കാരാഗ്രഹം. എന്താ ഈ കാരാഗ്രഹത്തിലിടാൻ കാരണം? രാജധാനി തന്നെ താമസിച്ച പോലെ. എന്താ ചോദിച്ചാൽ ഇവരെന്തെങ്കിലും മറ്റ് കാര്യങ്ങൾ ചെയ്താലോ, ഈ കുട്ടി പിറക്കുന്നതിനെ ഇദ്ദേഹത്തെ അറിയിക്കാതെയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താലോ, അല്ലെങ്കിൽ കുട്ടിയെ കടത്തുകയൊക്കെ ചെയ്താലോ അത് പാടില്ല പറഞ്ഞ് കാരാഗ്രഹത്തിലിരുന്ന് ഒരുപാട് കാവൽക്കാരെ നിർത്തി രാത്രിയും പകലും. അങ്ങനെ കുറേ കാലം കഴിഞ്ഞു. ദേവകി ഗർഭവതിയായി, പ്രസവിച്ചു ആൺകുട്ടി. ആ കുട്ടിയും കൊണ്ട് അദ്ദേഹം കംസൻ്റെ അടുത്ത് പോയി പറഞ്ഞ പോലെ, ഇതാ എൻ്റെ ആദ്യത്തെ കുട്ടി പറഞ്ഞു കഴിഞ്ഞു, താങ്കൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് കൊടുത്തു. ആ കുട്ടിയുടെ മുഖത്ത് നോക്കിയ സമയത്ത് കംസന് തോന്നി, എന്തിനാ കൊല്ലുന്ന ഇതിന്, നമുക്ക് എട്ടാമത്തതല്ലേ പറഞ്ഞിട്ടുള്ളൂ, അതിനെ കൊല്ലാം എന്ന് പറഞ്ഞ് ആദ്യം തൻ്റെ ഭാര്യയുടെ അത്ത കൊടുത്ത കുട്ടിയെ ഭാര്യ വളരെ സന്തോഷത്തോടു കൂടി വാങ്ങി. പിന്നീട് തിരിച്ചു കൊടുത്തു, ശരി നിങ്ങൾ കൊണ്ടുപോയിക്കോളെ എന്ന് പറഞ്ഞു. വസുദേവർക്കും ദേവകിക്കും വളരെയധികം സന്തോഷമായി. എന്താ, കുട്ടിയെ കിട്ടിക്കഴിഞ്ഞു, ഇനി അതുപോലെ ചെയ്യും. അപ്പോൾ കംസൻ രാക്ഷസനാണെങ്കിൽ കൂടിയും രാക്ഷസ സ്വഭാവമുള്ളവനാണെങ്കിൽ കൂടി മനുഷ്യനാണല്ലോ, മനുഷ്യനുണ്ടാകുന്ന ചേഷ്ടകൾ എപ്പോഴും ഉണ്ടാവും. ഒരു പിഞ്ചു കുഞ്ഞിനെ എങ്ങനെ കൊല്ലും എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ടാണല്ലോ അത് ചെയ്ത് കൊടുത്തു. ഇത് കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞ സമയത്ത് നാരദമുനി അവിടെ എത്തി, കംസൻ്റെ അടുത്തെത്തി. അപ്പോൾ നാരദമുനിയെ കാണുന്നത് അദ്ദേഹം സ്വീകരിച്ചു. ചോദിച്ചു, കംസൻ ചോദിച്ചു, താങ്കൾ ഇവിടെ വരാൻ, എന്താ ഈ സമയത്ത് വരാനുള്ള കാരണം എന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം പറഞ്ഞു, മഹാരാജാവേ, താങ്കൾ വലിയ ബുദ്ധിമാനാണെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ ബുദ്ധിഹീനതയാണ് ഇവിടെ കാട്ടിയത്. ആ, എന്താ നാരദരെ ഇങ്ങനെ പറയാൻ കാരണം? പറയാം. അദ്ദേഹത്തിൻ്റെ ദേവകിയുടെ എട്ടാമത്തെ പുത്രൻ താങ്കളെ വധിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. താങ്കളിപ്പോൾ ചെയ്തതെന്താണ്? ആദ്യത്തെ കുട്ടിയെ ജീവിപ്പിച്ചു വെച്ചു. ഈ എട്ടാമത്തെ കുട്ടി പിറക്കുന്ന സമയത്ത് ബാക്കി 7 പേരും കൂടി ആ കുട്ടിയെ രക്ഷിക്കാൻ നോക്കില്ലേ, അല്ലെങ്കിൽ താങ്കളോട് യുദ്ധം ചെയ്യാൻ നോക്കില്ലേ, അല്ലെങ്കിൽ മായാപ്രവൃത്തികൾ എന്തെങ്കിലും ചെയ്യാൻ നോക്കില്ലേ? താങ്കൾ ബുദ്ധിമാനാണെന്ന് പറയുന്നുണ്ടല്ലോ, ഈ ബുദ്ധിഹീനത ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ പറഞ്ഞു ഒരു ചെറിയൊരു തിരി കൊടുത്തിട്ട് പോയി. കംസന് അത് ശരിയാണെന്ന് തോന്നി. ഓ, അദ്ദേഹം പറയുന്നത് ശരിയാണ്, ഈ 8 കുട്ടികൾ വലുതായാൽ നമുക്കെതിരെ വന്നു കഴിഞ്ഞാൽ ഈ എട്ടാമത്തവനെയും കിട്ടില്ല, ഒടുവിൽ തൻ്റെ കയ്യിൽ നിന്ന് എല്ലാം കൈവിട്ടു പോകും. അതുകൊണ്ട് ഉടനെ അങ്ങോട്ട് പോയിട്ട് അവരുടെ കുട്ടിയെ കയ്യിൽ നിന്ന് ബലാത്സംഗമായി വലിച്ച ഒരൊറ്റ ഏറ് കല്ലിൽ തലയടിച്ച് കുട്ടി മരിച്ചു. അതിൻ്റെ രക്തങ്ങൾ മുഴുവൻ എല്ലാ സ്ഥലത്തും മാറി. അപ്പോൾ കംസന് സന്തോഷമായി, ഇനി അടുത്ത കുട്ടി ജനിക്കുമ്പോഴല്ലേ നോക്കണ്ടു എന്ന് പറഞ്ഞ് തിരിച്ചു. അപ്പോൾ ഈ നാരദൻ ഇത് പറയാൻ കാരണം എന്താണ്? കാരണം എന്ന് വെച്ചാൽ ഈ 8 കുട്ടികൾ ജനിക്കുകയാണെങ്കിൽ ഈ 8 കുട്ടികൾ സംഗതി വെച്ചാൽ നടക്കില്ല, വിധിപ്രകാരമേ നടക്കുള്ളൂ. എങ്കിലും ഈ 8ാമത്തെ കുട്ടിയെ രക്ഷിക്കാൻ ശ്രമിച്ചാൽ എല്ലാം തകരാറാകും. കാരണം കംസനെ വധിക്കേണ്ടത് 8ാമത്തെ പുത്രൻ ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. അപ്പോൾ അതില്ലാതാവും. ഈ കുട്ടികളെല്ലാം കൂടി കൊല്ലും, കംസവധം നടക്കില്ല. മാത്രമല്ല, ഇനിയും കംസനാൽ രക്ഷിക്കപ്പെട്ട അനേകം രാക്ഷസന്മാരും മറ്റ് രാജധാനിയിൽ കഴിയുന്ന മറ്റ് പലരും, അദ്ദേഹത്തെ ആശ്രയിച്ച് കഴിയുന്ന ദുഷ്ടന്മാരായ പലരെയും ശ്രീകൃഷ്ണ ഭഗവാന്റെ കയ്യാൽ വധിക്കപ്പെടണം. ഈ പ്രവൃത്തി ചെയ്തില്ലെങ്കിൽ അത് ഇല്ലാതാവും, അത് പാടില്ല.
ഭൂമിയുടെ സ്ഥിതി വീണ്ടും മാറുകയാവും. അതുകൊണ്ടാണ് നാരദൻ ഇങ്ങനെ കംസനോട് പറഞ്ഞത്. ഇനി നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. വേറൊരു സംശയം ഒരാൾ ചോദിക്കുകയുണ്ടായി. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ സമയത്ത് ജയവിജയന്മാരുടെ രണ്ടാമത്തെ ഭൂമിയിലെ രണ്ടാമത്തെ ജന്മമാണ് ദന്തവക്ത്രനും ശിശുപാലനും എന്ന് ഞാൻ പറഞ്ഞു. മൂന്നാമത്തതല്ലേ എന്ന് ഒരാൾ ചോദിക്കുകയുണ്ടായി. അയാളിത് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്. ശരിയാണ്, മൂന്നാമത്തത് തന്നെയാണ്. എന്നാൽ പിന്നെ എന്താ രണ്ടാമത്തത് പറയാൻ കാരണം? രണ്ടാമത്തതും തന്നെയാണ്. അതുകൊണ്ടാ അത് രണ്ടാമത്തതും പറയണു, മൂന്നാമത്തതും പറഞ്ഞു. അതായത് ത്രേതായുഗത്തിലാണ് രാവണനും കുംഭകർണനും ഉണ്ടായിരിക്കുന്നത്. അത് ആദ്യത്തെ ജന്മമാണ്. ജയവിജയന്മാരുടെ ആദ്യത്തെ ജന്മമാണ് രാവണനും കുംഭകർണനും. അത് ത്രേതായുഗത്തിലാണ് നടന്നിരിക്കുന്നത്. ദ്വാപരയുഗത്തിലാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശുവും രണ്ടാമത്തത്. മൂന്നാമത്തെ ദന്തവക്ത്രനും ശിശുപാലനും. അപ്പം 3 ശരിയാണല്ലോ? ശരി തന്നെയാണ്. ഇനി അതാ 2 എന്ന് പറയാൻ കാരണം അത് ത്രേതായുഗത്തിലാണ് പറഞ്ഞത്. ഇത് ദ്വാപരയുഗത്തിൽ ഈ 2 നടന്നിരിക്കുന്നു. അപ്പം 2. അപ്പം ഞാൻ പറഞ്ഞതും ശരിയാണ്, നിങ്ങൾ പറഞ്ഞതും ശരിയാണ്, 3 പറഞ്ഞതും ശരിയാണ്. 3 ജന്മമാണ്, അതാണ് ശരി. ആക്ച്വലി 3 ജന്മം. പക്ഷേ എണ്ണത്തിൽ 3ഉം ഇതിൽ ഇങ്ങനെ വരുന്ന സമയത്ത് 2 ജന്മങ്ങളാണ്. അതുകൊണ്ട് വളരെയധികം എനിക്ക് അദ്ദേഹത്തോട് നന്ദിയുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. അതുപോലെ ശ്രദ്ധിക്കണം എല്ലാവരും. നമുക്ക് ആവശ്യം അതാണ്. ഈ പ്രവാചകന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകണോ പറഞ്ഞ് നമ്മൾ മിണ്ടാതിരിക്കരുത്, ചൂണ്ടിക്കാട്ടണം. അതാണ് എനിക്കും ഇഷ്ടം. അതുകൊണ്ട് ഇനി നമുക്ക് കൃഷ്ണൻ്റെ അവതാരം, റിയൽ അവതാരത്തിലേക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് പങ്കുവയ്ക്കാം. എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലോക നന്മയ്ക്ക് വേണ്ടി ചെയ്യുക, നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും വേണ്ടി ചെയ്യുക. ഈ കലിയുഗത്തിൽ നമ്മൾക്ക് ഇതല്ലാതെ ഒരു രക്ഷയില്ല. ഞാൻ വീണ്ടും 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 പറയുന്നു, ഭക്തിമാർഗമല്ലാതെ വേറെ ഒരു രക്ഷയില്ല. ധർമ്മം രക്ഷിക്കണമെങ്കിൽ നമ്മളും കൂടെ സഹായിക്കണം. നമസ്തേ, നന്ദി, നമസ്കാരം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.